പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണു സുധിയെ സന്ദർശിച്ച സീമാജി നായർ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാൻസർ രോഗികളെ സമാധാനിപ്പിക്കാൻ പോകാറുണ്ട്. അതുപോലെ തന്നെ സീമാജി നായർ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി രേണു സുധിയെ കാണാൻ പോയി. അതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴേ അതിൻ്റെ അടിയിൽ വന്ന് തിരുവനന്തപുരത്തുള്ള ഷീജ റാണി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നും, ആ പ്രൊഫൈലിൽ ലോക്കാന്ന് കേട്ടാ, പ്രൊഫൈലിൽ ലോക്ക് ചെയ്തിട്ടാണ് അവർ പറയുന്നത്, അല്ലാതെ പറയാനൊന്നും ധൈര്യമില്ല. അതായത് തിരുവനന്തപുരത്താണ് എന്ന് പറയുന്നുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പിരിവ് തുടങ്ങും, അതായത് സീമാജി നായർ പിരിവ് തുടങ്ങും, പാതി ഞാൻ എടുക്കും, പാതി അവർക്ക് കൊടുക്കും, പ്രശസ്തി എനിക്കും. അതായത് ഈ കാര്യത്തിലൊക്കെ മുന്നിട്ടിറങ്ങിയത് ഞാനാണ്, ഞാൻ കാരണമാണ് അവർ രക്ഷപ്പെട്ടത്, അതുപോലെ തന്നെ ഞാൻ കാരണമാണ് ആ ഒരു ഇതുണ്ടായിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള പേരുകളെല്ലാം ഞാൻ എടുക്കും എന്നാണ് ഷീജ റാണി എന്ന് പറയുന്ന പ്രൊഫൈലിൽ നിന്നും വന്നിരിക്കുന്നത്. ഇതിന് മറുപടി എന്ന ഇതില് സീമാജി നായർ പറഞ്ഞത് ഷീജ റാണിയോട് ഒരു വാക്ക്, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ട് ഞാൻ പിരിക്കാൻ ഇറങ്ങിയിട്ടില്ല, ആർക്കു വേണ്ടിയും പിരിക്കാറില്ല. സഹായങ്ങൾ അവരവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് അതിലേക്കാണ് ആരേലും സഹായിക്കുന്നെങ്കിൽ സഹായിക്കുക, അത് എടുക്കാനും കൈകാര്യം ചെയ്യാനും അവർക്ക് മാത്രം അധികാരം. ഈ ഭൂമിയിൽ നിന്നും കടന്നുപോയ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ഇന്നും ആ വീടുകളിൽ ഒരു പ്രശ്നം വന്നാൽ ആദ്യം അവർ എന്നെയാണ് വിളിക്കുക, പിന്നെ സെലിബ്രിറ്റികളെ മാത്രമാണ് മൈൻഡ് ചെയ്യുക എന്ന് ചിലർ. സത്യത്തിൽ ചിരിയാണ് വരുന്നത്. ഏകദേശം 34 വർഷങ്ങൾക്ക് മുന്നേ ഒരു സെലിബ്രിറ്റിയും അല്ലാതിരുന്ന കാലത്ത് എൻ്റെ അമ്മയെയും കൊണ്ട് RCCയുടെ വരാന്തകളിൽ ഇരുന്ന വ്യക്തിയാണ് ഞാൻ. എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുവെങ്കിൽ സെലിബ്രിറ്റികളെക്കാൾ കൂടുതൽ സാധാരണക്കാർക്കാണ് ചെയ്യുന്നത്. കലാരംഗത്തുള്ളവരുടെ കാര്യമാണ്, ഞാൻ ആർക്കും ഒരു ശല്യമാകുന്നില്ല എന്നാണ് സീമാജി നായർ പറയുന്നത്. അതായത് അവർ രേണു സുധിയുടെ വീട്ടിൽ പോയത് പിരിക്കാനാണ്. അപ്പൊ രേണു സുധിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞൊരു വലിയ കംപ്ലൈന്റ് ഉണ്ട്. രേണു സുധി എന്നെ പറയുന്നുണ്ട്, ഒരു സ്ത്രീ എൻ്റെ പേരിൽ പൈസ പിരിക്കുന്നുണ്ട്, അതിനെതിരെ അവരുടെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ രംഗത്ത് വന്നിരുന്നു, അതായത് പേര് പറയണം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി വന്നപ്പോഴേ ഇനി സീമാജി നായരാണോ രേണു സുധീന്റെ പേരും പറഞ്ഞ് പിരിക്കുന്നത് എന്നുള്ള ഒരു സംശയം കുറച്ചു പേർക്കൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനെതിരെ പ്രതികരിച്ചത് നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്കൊന്നും 1 രൂപ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ രേണു സുധിക്ക് ഇത് കിട്ടേണ്ടതാണ്, രേണു സുധി ആരായിരുന്നു, എന്തായിരുന്നു അഹങ്കാരം എന്നൊക്കെ പറയുന്നതിന് മുമ്പേ അവർക്കൊരു രോഗം വന്നേ അവർ കിടപ്പിലായി പോയി. അത് കാര്യം ശരി തന്നെയാണ്, വീണെടുത്ത് കിടന്ന് ചവിട്ടുകയല്ല വേണ്ടത്. അവർ വീഴാതിരിക്കുമ്പോൾ, അതായത് ആ ഒരു ഉശിരിൽ നിൽക്കുമ്പോഴേ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞില്ലേ, ആ പറഞ്ഞവര് ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ കഴിഞ്ഞു അത്. അല്ലാതെ വന്നിട്ട് പിന്നീട് എന്ന് പറഞ്ഞ് അവർ വീണ് കിടക്കുമ്പോഴേ അവരിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ദുഃഖത്തിലാണ്. ആ ദുഃഖത്തിൽ നിന്നും കരകയറി വരുമോ ഇല്ലയോ എന്ന് പോലും അവർക്കറിയില്ല. അവരുടെ സ്ഥിതി അത്രത്തോളം ഗുരുതരം തന്നെയാണ്. അതായത് അവരുടെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ സാധാരണ പോലെയല്ല, എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ്, അതിന്റെ വേദന സഹിക്കുകയാണ്. ആ നിമിഷത്തിൽ പോയിട്ട് നീ പണ്ട് ഇങ്ങനെ ചെയ്തതല്ലടി, പണ്ട് നീ മറ്റേത് ചെയ്തതല്ലടി, പണ്ട് നീ എന്തായിരുന്നടി അഹങ്കാരം. അങ്ങനെ ഒരുത്തന്റെ വീഴ്ചയിലും ഒരാളും സന്തോഷിക്കണ്ട. ഇന്ന് ഞാൻ നാളെ നീ എന്നാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. നാളെ ആർക്കും ഈ ഒരു ഗതി വരാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഊറിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഏത് മനുഷ്യന്മാർക്കും വരും. അതിപ്പോഴെത്ര ശത്രുവായാലും രേണു സുധി നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നടോ, നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ടുണ്ടോ, അല്ല നിങ്ങളെ എന്തെങ്കിലും ഇതായിട്ട് വന്നിട്ടുണ്ടോ? അവർ ചില പ്രസ്താവനകൾ ഇറക്കി, അവരെ വെച്ച് ചില ആൾക്കാർ പണം ഉണ്ടാക്കി, അതിൽ നിന്നും കുറച്ചൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതല്ലേ അവരും ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഇതാക്കി നിന്റെ വീടിന് വന്നിട്ട് എന്താ പറയേണ്ടത്, വല്ല പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഭീത മാർഗത്തിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ രേണു സുധി? ഒന്നുമില്ലല്ലോ, ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അവിടെ രേണു സുധി ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് പൈസേൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് അവർ കാര്യങ്ങളെല്ലാം ചെയ്തു, ശരിയാണ്. അതിലും വൃത്തികെട്ട രീതിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ എത്രയുണ്ട് ഇവിടെ സമൂഹത്തിൽ. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് പല ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നില്ലേ? അതായത് എന്നാ പറയേണ്ടത്, ചില സെലിബ്രിറ്റി നമ്പ്യാറും കുമ്പ്യാറിലും ഉണ്ടല്ലോ, ഇവറ്റകളൊക്കെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വായ പൊളിച്ച് നോക്കി നിൽക്കാൻ പോകുന്നില്ലേ നിങ്ങളൊക്കെ? അപ്പൊ അത്രയൊന്നും രേണു സുധി ചെയ്തിട്ടില്ല. അപ്പൊ സീമാജി നായരാണോ ഇവർക്ക് വേണ്ടി പിരിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ ചില സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആൾക്കാർക്ക് ഉണ്ടാകാം. എന്നാൽ സീമാജി നായർ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
അവരെ നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും അവരെ നമ്മൾ കണ്ടതാണ്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്കോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ വേണ്ടിയിട്ടൊന്നും ഒരാളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ സീമാജി നായർ ഇന്ന് ഒരു വലിയ കോടീശ്വരത്തി ആയിട്ടുണ്ടാകും. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, സെലിബ്രിറ്റികളല്ല ഈ പിന്നെ മറ്റേ എന്താ പറയുക, ഈ സൽപ്രവൃത്തി ചെയ്യുന്ന ചില ആൾക്കാരുണ്ടല്ലോ. ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പം പൈസ പിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുടിലിൽ നിന്നും ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീട് വരെ വെച്ചിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പൈസ ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ അകത്ത് കേട്ട് വാരിയിട്ടുണ്ടാകും. പക്ഷേ സീമാജി നായർ ആ കൂട്ടത്തിൽ കൂട്ടണമെന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ 1 രൂപ പോലും മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് എടുക്കുന്നോ അവരുടെ കയ്യിലുള്ളത് ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാകും. കാരണം സീമാജി നായർ ഒരു വലിയ പണക്കാരിയോ ഒരു വലിയ സംഭവം ഒന്നുമല്ല. അവര് സീരിയലിലും സിനിമയിലും അഭിനയിച്ചിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. അവർക്കൊന്നും ഒളിച്ചു വെക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അവരെങ്ങനെയാണ് അവരെ ശരിക്കും ജോലി ചെയ്യുന്നുണ്ട് അവര്. അല്ലാതെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാരിറ്റി മാത്രമായിട്ട് നടക്കുന്നവരൊന്നുമല്ല. സീമാജി നായർ അവരുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സമയം കണ്ടെത്തിയിട്ട് ഇതുപോലെയുള്ള ആൾക്കാരെ സമാധാനിപ്പിക്കാനും അവർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ കൊടുക്കാനും. ഒരുപക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീമാജി നായർ പറയുന്നത് കേൾക്കാൻ ഒരു 10 പേരെ കൊണ്ടാകും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ പോലും കിട്ടൂല. ചിലപ്പോൾ സീമാജി നായർ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും, സീമ ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമാണ് എന്നുള്ള തരത്തിൽ പല ആൾക്കാരും പൈസ കൊടുക്കും. അതുകൊണ്ട് ഈ റാണിയെ പോലെയുള്ള ഇത്തിൽ കണ്ണികളോട് പറയുകയാണ്, ഇങ്ങനെയുള്ള പരിപാടിയായിട്ടൊന്നും വരരുത്. പ്രൊഫൈലിൽ ലോക്ക് ചെയ്തിട്ട് താനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തൊക്കെ പറഞ്ഞതാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പ്രൊഫൈലിൽ ലോക്ക് ചെയ്തിട്ട് ഇമാതിരി തൊട്ടിത്തരം ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സീമാജി നായർ അവിടെ രേണുവിൻ്റെ അടുത്ത് പോയത് അവരെ കാണാനാണ്, അല്ലാതെ പിരിവിനോ വേറെ ഒന്നിനോ അല്ല. ഇനിയിപ്പോഴേ ആ രേണു പറഞ്ഞത് സീമാജി നായരാണെന്നാക്കിയിട്ടൊന്നും നാളെ ആരും വരണ്ട. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ സീമാജി നായർക്ക് തന്നെയാണ് നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടിയിരിക്കുന്നത്. കാരണം മലയാളികൾക്കെല്ലാം അവരെ അറിയാം. അവരങ്ങനെ ഒരു സ്ത്രീയല്ല. അവരങ്ങനെ ഒരു മനുഷ്യന്മാരുടെയും പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് പൈസ വരുമോ അല്ലെങ്കിൽ അവർക്ക് ചായ കുടിക്കാൻ ജീവിക്കാനൊന്നും അവരീൻ്റെ പുറകെ പോകത്തില്ല. അന്തസ്സുള്ളൊരു ജോലി അവർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം അതിൽ നിന്നും കാശും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? പിന്നെ എന്താണ് സീമാജി നായർക്ക് ഈ ഒരു പണി വേണോ ജീവിക്കാൻ വേണ്ടിയിട്ട്? ഇങ്ങനെ പറയുന്നവന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് തന്നെ യോന്മാരെയാന്ന് മാനസിക രോഗ ആശുപത്രിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോകണം. കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് വെറും നെഗറ്റീവ് കമൻറ്റ് മാത്രം ഇട്ടിട്ട്. അതായത് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നും മാത്രമാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ അവിടെ വീണ് കിടക്കുമ്പോൾ അവരെ പറ്റി കുറ്റം പറയലോ അല്ലെങ്കിൽ അവരെ പറ്റി വളരെ മോശമായി പറയലോ ഒന്നും അല്ല അവരുടെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ചെയ്യേണ്ടത്. അപ്പം അവര് നമ്മൾ ആർക്കെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? എവിടെയെങ്കിലും രേണുസുതി വന്നിട്ട് നിങ്ങൾക്ക് എന്നാ കുറച്ച് ദ്രോഹം അങ്ങോട്ട് ചെയ്തേക്കെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ അവർ ചെയ്തിട്ടുമില്ല. പിന്നെ അവരെ വിമർശിച്ചിട്ട് ആരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകോട്ട് പോയില്ല. എല്ലാവരും പൈസ ഉണ്ടാക്കുകയും ഇതിന് അവരെ വിമർശിച്ചവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കാശുണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓടുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധീൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പരിതാപകരം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, രേണുസുധിക്ക് മാത്രമാണോ രോഗം? ഒരുപാട് പേർക്ക് രോഗമുണ്ടോ? അതായത് രോഗം ഒരുപാട് പേർക്കുണ്ട്. പക്ഷേ നമ്മൾക്കറിയുന്ന ഒരാളേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾക്കറിയുന്ന നമ്മുടെ നാട്ടുകാരുണ്ടാവും. നമ്മൾ അവരെ പോയിട്ട് സഹായിക്കേ, അതല്ലേ വേണ്ടത്. നമ്മൾക്കറിയുന്നവളെ അവരെ നമ്മൾ പോയിട്ട് സഹായിക്കേ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ. ഇപ്പം നിങ്ങൾ പറയുന്നത്, നിങ്ങൾ കമൻറ്റ് ചെയ്തുന്ന ഓരോരോ ആൾക്കാരുടെയും വീടിൻ്റെ ചുറ്റുവട്ടത്ത് ആരെങ്കിലും ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ പോയിട്ട് നിങ്ങൾ ഉള്ളതിന് പകരം ഇവിടെ വന്നിട്ട് രേണു മാത്രമാണോ രോഗം, ഇതാണോ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ? നന്ദി, നമസ്കാരം. വളരെ സൂക്ഷിച്ചോ. ബൈ ബൈ.